പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അജിൻ റജി മാത്യുവിന്റെ ശിക്ഷാവിധി ഇന്നാണ്. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ ഒന്നാം കോടതിയാണ് വിധി പ്രസ്താവിക്കുക. 2019 മാർച്ച് 12 രാവിലെ 9:15 തിരുവല്ല നഗരമധ്യത്തിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം. പത്തനംതിട്ട അയിരൂർ കാഞ്ഞീറ്റുകര ചെരുവിൽ കിഴക്കേതിൽ വിജയകുമാറിന്റെ മകൾ കവിതയാണ് കൊല്ലപ്പെട്ടത്. ശശി നാരായണൻ വിവരങ്ങൾ നൽകും. ശശി, ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു. ശിക്ഷാവിധി അത് ഇന്നുണ്ടാകും. എന്ത് ശിക്ഷ നൽകണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെയും പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതി കുറ്റക്കാരനെന്നുള്ള കോടതി കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ കുറ്റകൃത്യം കണ്ടെത്തിയുള്ള പ്രതി കുറ്റക്കാരനാണ് കണ്ടെത്തിയത്. എന്തായാലും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഈ ബന്ധുക്കളും മാതാപിതാക്കളും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ വിധി വരാൻ സാധ്യത വളരെ കുറവാണ്, പ്രായക്കുറവാണ്. അതുകൊണ്ട് ഒരു പക്ഷേ മറ്റ് ജീവപര്യന്തം തടവിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കായിരിക്കും വിധി ഉണ്ടാവുക. എന്തായാലും 2019 ഇത്തരമൊരു നാടിനെ നടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത്. അയിരൂർ സ്വദേശിയായ കവിത എന്ന പെൺകുട്ടിയെ സുഹൃത്തും ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുമായ അജിൻ, അതായത് തിരുവല്ല സ്വദേശിയാണ് അജിൻ, പ്രണയത്തിലായിരുന്നു. ആ പ്രണയബന്ധം നിരസിച്ചതിനെ തുടർന്നാണ് തിരുവല്ല നഗരമധ്യത്തിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കൊണ്ടുപോയതിനു ശേഷം കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. 2 ദിവസം കഴിഞ്ഞാണ് പെൺകുട്ടി പിന്നീട് മരണമടയുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ മരണം വഴിയും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും ഒപ്പം തെളിവുകളുമെല്ലാം, ശാസ്ത്രീയ തെളിവുകളെല്ലാം പ്രതിക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിനും ഈ അന്വേഷണം നടത്താൻ കഴിഞ്ഞു. കോടതിയിലും ഇക്കാര്യങ്ങൾ കൃത്യമായി തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയത്. ഇന്നാണ് ശിക്ഷ വിധിക്കുന്നത്. ഏതായാലും ജീവപര്യന്തം തടവിലായിരിക്കും ഒരുപക്ഷെ വിധിക്കാൻ സാധ്യതയുണ്ടാവുക. വധശിക്ഷ വേണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. അത്തരത്തിലാണ് പ്രോസിക്യൂഷനും വാദിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും ഇന്ന് ലഭിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് 11 മണിയോടുകൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഈ ശിക്ഷ വിധിക്കുക. നാടിനെ നടക്കിയ ഒരു കൊലപാതക നിലയ്ക്ക് നാട്ടുകാരും എല്ലാം ഇത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രതിക്ക് അർഹമായ ഒരു ശിക്ഷ ലഭിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് നാട്ടുകാരും ആഗ്രഹിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടിയാണ് അജിനെ കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും നടപടികൾക്ക് ശേഷം ശിക്ഷ വിധിക്കുക. ശശി, ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളും ആ ശിക്ഷ വിധിക്കുന്നത് കേൾക്കാനായി കോടതിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ കവിതയുടെ മാതാപിതാക്കൾ ഇന്ന് കോടതിയിൽ എത്തുമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം അവർ മാനസികമായി വലിയ പ്രയാസത്തിലാണ്. കാരണം ഒരു നിരപരാധിയായ പെൺകുട്ടി പ്രണയം നിരസിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കാര്യമാണ്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ ശിക്ഷ പ്രതിക്ക് ലഭിക്കണമെന്നുള്ളതാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. അത് ഇന്ന് അത്തരത്തിലുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും ഈ തെളിവുകൾ കൃത്യമായി എതിരായതുകൊണ്ട് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഇന്ന് എന്തായാലും അത് സംബന്ധിച്ചുള്ള വിധി ഉണ്ടാവും. ആ വിധി 11 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അർഹമായ ഒരു ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ബന്ധുക്കളും അതുപോലെ മാതാപിതാക്കളും ഈ നാട്ടുകാരും എല്ലാം പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അതാണ് ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് ആവശ്യം. ആ ശിക്ഷ ക്രൂരകൃത്യത്തിന് അയാൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് നാട്ടുകാരും ആഗ്രഹിക്കുന്നത്. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.